നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു പാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു. 2 ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ മുൻപ് കെമിസ്ട്രി കഴിഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു സെക്ഷനാണ്, ഒരു ഭാഗമാണ്. ഇനി യഥാർത്ഥത്തിലുള്ള നമ്മുടെ വിഷയത്തിലേക്ക് ഇന്ന് കടക്കാൻ അല്ലെങ്കിൽ ഇന്ന് പ്രവേശിക്കാൻ നമ്മൾ പോവുകയാണ്. ഞാൻ പറയണതൊക്കെ എല്ലാവർക്കും കേൾക്കണ്ട? ഇവിടെ ബോർഡ് കാണാണ്ട? ബോർഡ് കാണാനുണ്ടാ? ഓക്കെ, എങ്കിൽ തുടങ്ങാം. നോക്കാട്ടാ, നമ്മുടെ വിഷയം എന്താണ്? നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പോലെ ഒരു കെമിസ്ട്രി ലാബിൽ പലവിധ കെമിക്കൽസ് അഥവാ രാസവസ്തുക്കൾ വ്യത്യസ്തമായ അളവുകളിൽ, അതായത് അവ എടുക്കേണ്ടതായ അളവുകളിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ പല പരീക്ഷണങ്ങളും അല്ലെങ്കിൽ പല പുതിയ വസ്തുക്കളും നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലേ? നമ്മൾ പറഞ്ഞു, ഈ ഉൽപ്പന്നങ്ങൾ എടുക്കുന്ന അളവ് കൃത്യമായില്ല എങ്കിൽ, ഉൽപ്പന്നങ്ങളല്ല സോറി എന്താ പറയുക, അഭികാരകം, റിയാക്റ്റന്റ്, അവ എടുക്കുന്ന അളവ് കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും എന്താവില്ല, ഉദ്ദേശിക്കുന്നതാവില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ഓർമ്മ ഉണ്ടാ പറഞ്ഞത്? അപ്പോ ഇവിടെ അഭികാരകങ്ങളെ എങ്ങനെ നമ്മൾ എടുക്കും? സാധാരണ ഖരമോ ദ്രാവകമോ ആണെങ്കിൽ അവ നമുക്ക് വേണ്ട അളവിൽ എടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ നമ്മളിവിടെ പറയുന്ന അഭികാരകങ്ങൾ എന്താകുന്നു? വാതകങ്ങളാകുന്നു. വാതകം, ഗ്യാസ് ആകുന്നു. അപ്പോ വാതകങ്ങളെ കൃത്യമായ അളവിലെടുക്കുക എന്ന് പറഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വാതകങ്ങളുടെ അളവ് അതിനെ സ്വാധീനിക്കുന്ന, അതായത് അതിൻ്റെ വോളിയത്തിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. അതായത് വാതകത്തിന്റെ വോളിയം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ഇതിന്റെ വോളിയത്തിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ 3 ഘടകങ്ങൾ? ഒന്ന് പറഞ്ഞേ. പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോ പ്രഷർ കൂടുന്നതിനനുസരിച്ച് വാതകത്തിന്റെ വ്യാപ്തം കുറയുന്നു, കുറയുന്നതിനനുസരിച്ച് കൂടുന്നു, അല്ലേ? ഈ 2 സന്ദർഭങ്ങളിലും ഇത് ആനുപാതികമായിട്ട് സംഭവിക്കണമെങ്കിൽ, അതായത് ഇരട്ടിയാക്കിയാൽ പകുതിയാവാനും പകുതിയാക്കിയാൽ ഇരട്ടിയാകുക, അങ്ങനെ, അതാണ് ആനുപാതികം. ആനുപാതികമായിട്ട് സംഭവിക്കണമെങ്കിൽ ടെമ്പറേച്ചർ അഥവാ ഊഷ്മാവ്, അല്ലേ, താപം, അതേപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇങ്ങനെ പറഞ്ഞ് റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയിൽസ് ലോ. പിന്നെ എന്താണ്, ചാൾസ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം ഇതേപോലെ തന്നെ പറയുന്നു. പക്ഷെ ഇവിടെ സ്ഥിരമായി നിൽക്കേണ്ട വസ്തുക്കൾ എന്താകുന്നു? പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂൾസുമാണ്. അങ്ങനെ പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂൾസും സ്ഥിരമായി നിന്നാൽ അവിടെ വാതകത്തിന്റെ വ്യാപ്തം താപനിലയ്ക്ക് നേരനുപാതത്തിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ നേരനുപാതത്തിലാണ് എങ്കിൽ നോക്കുക, അങ്ങനെ നേരനുപാതത്തിലാണ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാ, അത് ആരുടെ നിയമം അനുസരിച്ചിട്ടാ പറഞ്ഞത്? നമ്മൾ ചാൾസ് ലോ, ചാൾസിന്റെ നിയമം അനുസരിച്ച് നേരനുപാതത്തിലാണ്. അപ്പൊ ചാൾസ് ലോ അനുസരിച്ച് ആ അനുപാതം നമുക്ക് കാണിക്കാം. എങ്ങനെയാ അത് കാണിക്കുക? നമ്മൾ V/T. V/T എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. നേരത്തെ ബോയിലിന്റെ നിയമം അനുസരിച്ച് നിയമം ഒരു സമവാക്യമായിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അത് എന്താ? PV, P ഇൻറ്റു വി അഥവാ P എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അങ്ങനെ ബോയിലിന്റെ നിയമം, ചാൾസിന്റെ നിയമം, അതുകൂടാതെ മൂന്നാമതൊരു നിയമം പറഞ്ഞു. എന്താണ് ആ നിയമത്തിന്റെ പേര്? അവഗാഡ്രോ ലോ. അവഗാഡ്രോ ലോ പ്രകാരം എന്താണ് പറയുന്നത്? 2 കാര്യങ്ങൾ അവിടെ സ്ഥിരമായിരിക്കണം. ഏതൊക്കെ 2 കാര്യങ്ങൾ? താപനിലയും മർദ്ദവും സ്ഥിരമായിരുന്നാൽ നമ്മൾ ചേർക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിനനുസരിച്ച് വാതകത്തിന്റെ വ്യാപ്തത്തിന് മാറ്റമുണ്ടാകും. അതായത് എന്താണ്, മോളിക്യൂൾസിന്റെ എണ്ണം കൂട്ടിയാൽ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു. മോളിക്യൂൾസിന്റെ എണ്ണം കുറച്ചാൽ വ്യാപ്തം കുറയുന്നു. അപ്പൊ ഇവിടെയും ഒരു സമവാക്യം നമുക്ക് രൂപീകരിക്കാം. ഏതായിരുന്നു ആ സമവാക്യം? അതായത് സ്ഥിരസംഖ്യ കിട്ടണമെങ്കിൽ എങ്ങനെ എഴുതണം? വിയും എന്നും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ?
മറന്നാ നിങ്ങള് V/N. മറക്കല്ല കേട്ടാ. ഞാനത് വീണ്ടും പറയണത് എന്തിനാ, ആ കാര്യങ്ങൾ നമുക്ക് കെമിസ്ട്രി എന്ന് പറയുന്ന സാധനം നമുക്ക് ബൈ ഹാർട്ടായിരിക്കണം. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോരുത്. മറന്ന നമുക്ക് വീണ്ടും ഇരട്ടിപ്പണിയാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും റിവൈസ് ചെയ്യണം. മറന്നാ നിങ്ങള്? ഇല്ല. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതില് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും അവസാനത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും അവസാനത്തെ കാര്യത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് പറഞ്ഞു. എന്താണത്? വാതക തന്മാത്രകളുടെ എണ്ണം 6.022 × 10⁻23 അഥവാ 6.022 × 10⁻23 എന്ന എണ്ണം മോളിക്യൂൾസ് അല്ലെ, ആ മോളിക്യൂൾസ് ആയിരിക്കും എപ്പോൾ എല്ലാ വാതകത്തിന്റെയും മോളിക്യൂൾസ് എണ്ണം 6.022 × 10⁻23 ആയിരിക്കും എപ്പോൾ എന്നുള്ളതാണ്. എപ്പോൾ ആ സാഹചര്യങ്ങളൊന്ന് പറയൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അത്. പ്രഷർ 1 atm, ടെമ്പറേച്ചർ 273 കെൽവിൻ, പിന്നെ വോളിയം 22.4 ലിറ്റർ അല്ലെ. ഇങ്ങനെയാണ് ഒരു വാതകത്തിന്റെ അവസ്ഥ എങ്കിൽ ഏത് വാതകത്തിന്റെ ആയാലും മോളിക്യൂൾസിന്റെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും എന്നാ പറയണത്? 6.022 എന്തായിരിക്കും ധനൂജ ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും ആ നമ്പർ ഒന്ന് പറഞ്ഞേ. പറയുന്ന ആൾക്കാര്, ചോദിക്കുന്ന ആൾക്കാര് പറഞ്ഞോളൂ കേട്ടാ. ആൽവിൻ ഒന്ന് പറഞ്ഞേ. ആൽവിൻ കേൾക്കണ്ട? ജോയൽ ഒന്ന് പറഞ്ഞേ ആ നമ്പർ, അവഗാഡ്രോ നമ്പർ. എന്തൊരു കഷ്ടം നോക്കിയേ. ജോയൽ. അനയിൽ ഒന്ന് പറഞ്ഞേ. ഗൗരി ശങ്കർ. അഹല്യ ഒന്നുണ്ടോ? മാളവിക കൃഷ്ണൻ ഒന്ന് പറഞ്ഞേ, എത്രയാ നമ്പർ? മാളവിക കൃഷ്ണൻ, ആ മ്യൂട്ട് മൈക്ക് അമർത്തുക, എന്നിട്ട് പറയുക. അത്ര വേണ്ടോ? പറയുന്ന സമയത്ത് പേര് വിളിക്കുമ്പോ അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് പറയുക, ചോദിച്ചതിന് ഉത്തരം പറയാം. നവീന ഒന്ന് പറഞ്ഞേ. നവീന സുമേഷ്. എത്രയാണ് ആ നമ്പർ? അവഗാഡ്രോ നമ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഓർത്ത് വെക്കണം, മറക്കരുതെന്ന് പറഞ്ഞാണ്. ആ നമ്പർ ഒന്ന് പറയൂ. ആരും ഇല്ല അല്ലേ? ലിയ ലോറൻസ്. ലിയ അല്ല, രാവിലെ വന്നില്ല. ആൻഡിയ പ്രിൻസ് ഒന്ന് പറഞ്ഞ ആ നമ്പർ മോള്. ഏ 17. അവഗാഡ്രോ നമ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഇപ്പൊ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ആ നമ്പർ ഒന്ന് പറയൂ. എത്രയാ നമ്പർ? പറഞ്ഞു. ആരാ പറയണ ആള്? ആർദ്ര. പറയൂ. 6.022 × 6.00 അല്ല, 22 02 6.022 × 10⁻23. വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്, മറക്കാൻ പാടില്ല. അത് കാണാതെ അറിയേണ്ട ഒരു നമ്പറാണ്. ഇതിനെ പറയുന്ന പേരെന്താ? എന്തായാലും പറയുന്ന പേര് അവഗാഡ്രോ നമ്പർ അഥവാ നമ്പർ ഓഫ് അവഗാഡ്രോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സിമ്പൽ ഉപയോഗിക്കും, അവഗാഡ്രോ നമ്പർ. എന്താ ഈ നമ്പറിന്റെ പേര്? അവഗാഡ്രോ നമ്പർ. പറയൂ, അവഗാഡ്രോ നമ്പർ എത്രയാ?
പറഞ്ഞോ. മരിയ ജോണി പറയൂ. കേക്കുണ്ട് 6.02. പറഞ്ഞോ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആൽവിൻ റോയ് ഒന്ന് പറഞ്ഞ നമ്പർ. സോറി, ആൽവിൻ റോയ് ഇല്ല. കാതറിൻ എന്ന് പറഞ്ഞ നമ്പർ. 6.22 ഞാൻ പറയാം. 6.022 into 10⁻23 or 1 mole. ഇങ്ങനെയാണ് ഇതിനെ പറയാ. 1 mole. എന്താ സാധനം? മോൾ. 1 മോൾ. എന്താ ഇതിന് പറയുന്ന പേര്? 1 മോൾ. അപ്പോ ആകെ സംശയം, 1 മോളോ അതെന്താ സാധനം? അതായത് വേറൊന്നല്ല, നിങ്ങളിപ്പോ ഒരു കടയിൽ ചെല്ലുന്നു. എന്നിട്ട് കടയിൽ ചെന്നിട്ട് കുറച്ച് സോപ്പ് വേണം. കടക്കാരനോട് പറയുന്നത് ഒരു 12 സോപ്പ് വേണം എന്ന് പറയണം. കടക്കാരനോട് ഒരു 12 സോപ്പ് വേണം. ഈ 12 എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് 12 എന്ന് പറയുന്നതിന് പകരം വേറൊരു വാക്ക് ഉപയോഗിക്കാം. ആ വാക്ക് ഉപയോഗിച്ചിട്ട് സോപ്പ് വേണം എന്ന് പറഞ്ഞാൽ അയാള് 12 സോപ്പ് നിങ്ങൾക്ക് തരും. ഏതാണ് ആ വാക്ക് എന്ന് പറയാൻ പറ്റും? ഡസനാണ്. അതന്നെ, ഡസൻ തന്നെ. അതന്നെ. ഇതൊക്കെ അറിയോന്ന് അറിയാൻ വേണ്ടി ചോദിക്കണത്. അപ്പൊ കടയിൽ ചെന്നിട്ട് നമ്മൾ പറയുന്നു ഒരു ഡസൻ സോപ്പ് വേണം അല്ലേ, ഒരു ഡസൻ നോട്ട് ബുക്ക് വേണം. അപ്പൊ അയാൾ എത്ര സോപ്പ് തരും? ഒരു ഡസൻ നോട്ട് ബുക്ക് വേണം. ഒരു ഡസൻ പേന വേണം. എത്ര പേന തരും? 12. ഓക്കെ. അങ്ങനെ നമ്മൾ ആ കടക്കാരനോട് പറയാണ് ഒരു മോൾ പേന വേണം. ആ കടക്കാരനോട് നമ്മൾ പറയണം ഒരു മോൾ പേന വേണം. ആ കടക്കാരൻ നമുക്ക് എത്ര പേന തരും? 6.022 × 10⁻23 പേന എടുത്തിട്ട് തരും നമുക്ക്. ഒരു മോൾ നോട്ട് ബുക്ക് വേണം. അപ്പൊ എത്ര നോട്ട് ബുക്ക് തരും അയാൾ നമുക്ക്? 6.0 എന്നുള്ളത് വിട്ടുപോകണ്ടട്ടാ നിങ്ങൾ. അത് വിട്ടുപോരുത്. ഒന്നുകൂടി പറഞ്ഞേ. ഓക്കെ വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞോളൂ. അപ്പോ നമ്മൾ പറയുന്നു, കടയിൽ ചെല്ലുന്നു, പറയുന്നു ഒരു 12 എന്നാ പറയണത്, ഒരു മോൾ മിഠായി വേണം. അപ്പൊ എത്ര മിഠായി കിട്ടും? 6.022 × 10⁻23. ഒന്ന് സ്പീഡിൽ പറഞ്ഞേ. ഒരാൾ പറയൂ. ആരാ പറയാ സ്പീഡില്? കാതറിൻ തന്നെ പറയും. സ്പീഡിൽ പറയും, നല്ല സ്പീഡില്. 0 പോയി. പോവരുത്, ഒന്നും പോവരുത്. ഒന്നുകൂടി പറഞ്ഞേ. അതന്നെ. ഒന്നും കൂടി വേറെ ആരെ കൊണ്ട് പറയിപ്പിക്കുക? കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞേ. വേഗം പറയും. പറഞ്ഞു. ആരാ പറയണ? പറയും. ഗൗരി ശങ്കർ. വെരി ഗുഡ്. പറയും. 6.022 അങ്ങനെ സ്പീഡിൽ പറയണം കേട്ടോ. ഇത്തിരി കൂടി സ്പീഡിൽ പറഞ്ഞോളൂ. അടുത്തത് വേറെ ആരാ? ജോയലുണ്ടാ? ജോയല് പറയൂ. ജോയലില്ല. അനയിലുണ്ടാ? ഗൗരി ശങ്കർ പറഞ്ഞു അല്ലെ. ഡിബിൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. 6.022 അതന്നെ. 6.022 എന്നല്ല, 22. 6.022 × 10⁻23. അപ്പോ അത്രയും പേന കിട്ടാൻ നമ്മൾ കടക്കാരനോട് എന്നാ പറയാ? അതും കൂടി പറഞ്ഞു ഡിബിൻ. 1 മോൾ അല്ലേ നമുക്ക് വേണ്ടത്?
എത്രയാ 6.022 into 10⁻23 നോട്ട് ബുക്ക് വേണം. എത്ര നോട്ട് ബുക്ക് വേണമെന്നാണ് നമ്മൾ പറയാ? അലൻ ഷാജു, അലൻ എന്താ പേർക്കുണ്ടായിരിക്കുന്നത് നോക്കുക. അപ്പോ എത്ര നോട്ട് ബുക്ക് വേണമെന്നാ പറയാ? നമ്മൾ പറയും, ആരേലും പറയും. എത്ര? 1 മോൾ. ശരിയല്ലേ? 1 മോൾ. എത്ര നോട്ട് ബുക്ക് വേണമെന്നാ പറയാ? 1 മോൾ. നമ്മളിത് പഠിക്കണം കേട്ടോ, ഒരു കാര്യം പഠിക്കാണ്. മനസ്സിലാക്കല് മാത്രല്ല, അതിന്റെ കൂടെ പഠിക്കലും നടക്കണം നമുക്ക്. ഇപ്പൊ ഈ 1 മണിക്കൂറിനുള്ളിൽ അത് അവസാനിക്കണം കേട്ടോ. ഇന്നൊരു കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ അതിലേക്കാണ് പോകണം. അപ്പൊ അത്രയും എണ്ണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ 6.022 into 10⁻23 എന്ന് നീട്ടി വലിച്ച് പറയേണ്ട, വെറുതെ നിന്ന് പറഞ്ഞാൽ മതി 1 മോൾ. അപ്പൊ നമ്മൾ കടയിൽ ചെന്നു, കെമിസ്ട്രിയുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ചെന്നു നിന്നു. എന്നിട്ട് പറയാണ്, എനിക്ക് 6.022 into 10⁻23 ഹൈഡ്രജൻ ആറ്റം വേണം. അപ്പൊ അയാള് എത്ര ആറ്റം തരും? 1 മോൾ ഹൈഡ്രജൻ ആറ്റം. അങ്ങനെ പറയും, മുഴുവനാക്കി പറയും, നിർത്തരുത്. 1 മോൾ ആറ്റം. എനിക്ക് 6.022 into 10⁻23 ഓക്സിജൻ ആറ്റം വേണം. ഞാൻ ഇന്ന് ചോദിക്കുക 1 മോൾ ഓക്സിജൻ ആറ്റം. ഞാൻ കടയിൽ ചെല്ലുന്നു, എന്നിട്ട് പറയുന്നു 1 മോൾ കാർബൺ ആറ്റം വേണം. കടയിൽ ചെല്ലുന്നു, എന്നിട്ട് പറയുന്നു 1 മോൾ കാർബൺ ആറ്റം വേണം. അപ്പൊ അയാൾ എനിക്ക് എത്ര എണ്ണം തരും? 23 കാർബൺ ആറ്റം തരും അല്ലേ? എനിക്ക് നൈട്രജൻ ആറ്റം വേണം, 1 മോൾ നൈട്രജൻ ആറ്റം വേണം. അപ്പൊ അയാൾ എനിക്ക്, ഞാൻ ഇന്ന് ചോദിക്കും, നൈട്രജൻ ആറ്റം എനിക്ക് അയാൾ എടുത്ത് തരും. ശരിയല്ലേ? ഞാൻ അയാളോട് പറയണം 1 മോൾ ഹീലിയം ആറ്റം വേണം, 1 മോൾ ഹീലിയം ആറ്റം വേണം. അപ്പൊ അയാൾ എനിക്ക് എത്ര ആറ്റം തരും? ആ 1 മോൾ ക്ലോറിൻ ആറ്റം വേണം. അപ്പൊ അയാൾ എനിക്ക് എത്ര ക്ലോറിൻ ആറ്റം തരും? ഓക്കെ, എനിക്ക് 5 മോൾ ഫ്ലൂറിൻ ആറ്റം വേണം. അപ്പൊ അയാൾ എനിക്ക് എത്ര ആറ്റം തരും? 5 മോൾ ഫ്ലൂറിൻ ആറ്റം. ഞാൻ ചോദിച്ചത് 5 മോളാണ്. അപ്പൊ 5 മോൾ ചോദിക്കുമ്പോൾ എനിക്ക് അയാൾ തരുന്നത് എത്രയാ? 5 into 6.022 into 10⁻23 എന്താ? നൈട്രജൻ ആറ്റം അല്ലേ? എനിക്ക് അയാൾ തരുന്നത് എത്രയാ? 5 into 6.022 into 10⁻23 നൈട്രജൻ ആറ്റം. ശരിയല്ലേ? അപ്പോ ഞാൻ വീണ്ടും എനിക്ക് 3 മോൾ ഹൈഡ്രജൻ ആറ്റം വേണം. അപ്പൊ അയാൾ എനിക്ക് എത്ര ഹൈഡ്രജൻ ആറ്റം തരും? ഓക്കെ, ഇത് മനസ്സിലായ? ഇത് മറന്നു പോകരുത്. അതായത് 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 ആറ്റംസ്. അതായത് 6.022 into 10⁻23 ആറ്റംസ് അല്ലേ? 2 മോൾ എന്ന് പറഞ്ഞാൽ 2 into 6.022 into 10⁻23 ആറ്റംസ്. 3 മോൾ എന്ന് പറഞ്ഞാൽ 3 into 6.022 into 10⁻23 ആറ്റംസ്. ഓക്കെ അല്ലേ? സംശയം ഉണ്ടായില്? ഓക്കെ, അപ്പോ ഇത്രയും മാറ്റാണ് എനിക്ക് തരാം. അപ്പോ നിങ്ങൾ കടയിൽ ചെല്ലുന്നു, എന്നിട്ട് ആ കടക്കാരനോട് പറയുന്നു നിങ്ങൾക്ക് 1 മോൾ ഹൈഡ്രജൻ ആറ്റം വേണം, 1 മോൾ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അയാള് എത്ര ഹൈഡ്രജൻ ആറ്റം തരും? 6.022 into 10⁻23 ആറ്റം അയാള് നിങ്ങൾക്ക് തരും. എങ്ങനെ തരും?
കുപ്പിയിലാക്കിയിട്ട് തരും. അതെങ്ങനെ തരും? കുപ്പിയിലാക്കിയിട്ട് ഒരു കുപ്പിയില് ഹൈഡ്രജൻ ആറ്റം തരികയാണ്. അതെങ്ങനെ തരും? അതായത് നമുക്ക് തരുന്നത് 6.022 × 10⁻23 തന്നെ ആയിരിക്കണം. ഒരെണ്ണം കൂടാനോ ഒരെണ്ണം കുറയാനോ പാടില്ല. കറക്റ്റ് അതായിരിക്കും. എത്രയായിരിക്കണം? 6.022 × 10⁻23 തന്നെ ആയിരിക്കണം. ഒരു മിനിറ്റ് കേട്ടോ മാഷ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് 6.022 × 10⁻23 ഹൈഡ്രജൻ ആറ്റം വേണം. ഇത് എങ്ങനെ അയാൾ നമുക്ക് തരും? നമ്മൾ പാത്രമായിട്ട് ചെല്ലുന്നു, അയാളുടെ കടയിലുള്ള ഹൈഡ്രജൻ ഇട്ട് വെച്ചിരിക്കുന്ന വലിയൊരു കുപ്പി ഇങ്ങോട്ട് എടുക്കുന്നു. അതിൽ നിന്ന് അയാൾ ഹൈഡ്രജൻ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എണ്ണാണ്. എത്ര വരെയാണ് അയാള്? എത്ര വരെ എണ്ണണം? 6.022 × 10⁻23 ഹൈഡ്രജൻ ആകുന്നത് വരെ എങ്ങനെ എണ്ണണം? അതായത് 1, 2, 3, 4 അങ്ങനെ 1, 2, 3, 4 അങ്ങനെ എണ്ണിയിട്ട് തേങ്ങ എണ്ണുന്ന പോലെ ഇങ്ങനെ എണ്ണിയിട്ട് അത് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് പരീക്ഷണം നടത്താൻ പറ്റുമോ? അതായത് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിപ്പം ഇങ്ങനെ എഴുതുമ്പോൾ മനസ്സിലാവണില്ല. ശരിക്കും ഇതെന്താ സാധനം? എന്താ? 6, 2, 2 ഇട്ടിട്ട് ഒരു 20 പൂജ്യം ഇതിന്റെ പിന്നിലിടണം. 5 പൂജ്യമായി, 10 പൂജ്യമായി, 15 പൂജ്യമായി, 20 പൂജ്യമായി. കണ്ട? 20 പൂജ്യം ഇങ്ങനെ ഇട്ടാലാണ്, ഇതാണ് ആ സംഖ്യ. ഇത്രയും എണ്ണം ഹൈഡ്രജൻ ഇങ്ങനെ കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ എണ്ണിയിട്ട് ആ ഹൈഡ്രജൻ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് പരീക്ഷണം നടത്തുവോ? പറ്റുമോ? പറ്റില്ല. അപ്പോ നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ കടയിൽ ചെന്നിട്ട് പറയും 1 മോൾ, 2 മോൾ, ഇനി 1/2 മോൾ, അങ്ങനെയും പറയാം അല്ലെ? നമ്മൾ പറഞ്ഞല്ലേ അന്ന് അടുക്കളയില് നമുക്ക് ആവശ്യത്തിന് 1 സ്പൂൺ അല്ലെ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ, അതേപോലെ മല്ലിപ്പൊടി 2 സ്പൂൺ, അങ്ങനെയൊക്കെയല്ലേ പറയാ നമ്മള്. അതേപോലെ ഇവിടെ മോൾ എന്ന് പറയുന്നത് 1 മോൾ, 2 മോൾ, 3 മോൾ, ചിലപ്പോൾ 1/2 മോൾ, 1/4 മോൾ, ഇതൊക്കെ വരാം. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കണം. എങ്ങനെ അയാൾ ഇത് എടുക്കും? അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് കിട്ടും? മോളാക്കി വെച്ചിട്ടുണ്ടാവും. മോളാക്കി വെക്കാനും പാടല്ലേ? അതെങ്ങനെയാന്ന്? ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒക്കെ പൊതിഞ്ഞ അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാ അത് ചെയ്യാ? ഒരെണ്ണം തന്നെ മോളാക്കി വെക്കുമ്പോഴേക്കും അയാളുടെ ജീവിതം കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു സൂത്രം ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോണത് കേട്ടാ. നോക്കൂ, നമ്മൾ ചെന്നിട്ട് പറയുന്നു 1 മോൾ ഹൈഡ്രജൻ ആറ്റം വേണം എന്ന് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാളുടെ കടയിലത്തെ ത്രാസ് എടുക്കുന്നു. ത്രാസ് കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ? ഈ ത്രാസ് എടുക്കുന്നു. ഈ ത്രാസില് നോക്ക, ഒരു ഭാഗത്ത് 1 ഗ്രാമിന്റെ കട്ടി വെക്കുന്നു. എന്ത് വെക്കുന്നു? 1 ഗ്രാമിന്റെ കട്ടി വെക്കുന്നു. എന്നിട്ട് ഇവിടെ ഹൈഡ്രജൻ ഇടുന്നു. എത്ര വരെ ഹൈഡ്രജൻ ഇടുന്നു? 1 ഗ്രാം ആകുന്നത് വരെ ഇവിടെ ഹൈഡ്രജൻ ഇടുന്നു. അങ്ങനെ കറക്റ്റ് 1 ഗ്രാം ഹൈഡ്രജൻ ആയാൽ അതൊരു കടലാസിൽ പൊതിഞ്ഞ് നമുക്ക് തരുന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ധൈര്യമായിട്ട് നോക്കണ്ടാന്ന്, അങ്ങോട്ട് പരീക്ഷണത്തിലിട്ടോ, കരത്തിലിട്ടോ. ഇനി സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. അത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് എത്ര ഉണ്ടാവും എന്നാ പറയണത്? 6.022 × 10⁻23 ഉണ്ടായിരിക്കും. അപ്പോ 1 മോൾ ഹൈഡ്രജൻ കിട്ടാൻ അല്ലെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ എടുക്കാൻ ഇത് എളുപ്പല്ലേ? പെട്ടെന്ന് കഴിയില്ലേ ഇത്? എന്താ ചെയ്താൽ മതി 1 മോൾ ഹൈഡ്രജൻ എടുക്കാൻ? 1 മോൾ ഹൈഡ്രജൻ കിട്ടാൻ പറയൂ, വേഗം പറയൂ. 1 ഗ്രാം ഹൈഡ്രജൻ 1 ഗ്രാം എടുത്ത്
നോക്കിയാൽ അത് ആ 1 ഗ്രാം ഹൈഡ്രജനിൽ 6.022 × 10⁻23 ആറ്റംസ്, ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഹീലിയമാണ് വേണ്ടതെങ്കിലോ നമ്മൾ പറയുന്ന 1 മോൾ ഹീലിയം വേണം. എന്ത് ചെയ്യും അയാള്? അയാൾ ത്രാസ് എടുക്കുന്നു. ത്രാസില് 1 ഗ്രാം അല്ല, ഹീലിയം ആകുമ്പോൾ അയാൾ വെക്കുക 4 ഗ്രാം. 4 ഗ്രാമാണ് വെക്കുക. ഹീലിയം ആകുമ്പോൾ അയാൾ വെക്കുക എത്ര? 4 ഗ്രാം. 4 ഗ്രാമിന്റെ കട്ടിയാണ് വെക്കുക. അതെന്താ ഞാൻ ഒരെണ്ണം കൂടി പറയാം. അപ്പൊ നിങ്ങൾ എന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം അതെന്താന്ന്. ഞാൻ ഒരെണ്ണം കൂടി പറയാം. ഓക്സിജൻ വേണമെന്നാണ് പറയണെന്ന് വെച്ചോ. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്ന അറിയൂ? 16 ഗ്രാമിന്റെ കട്ടിയാണ് വെക്കുക. 16 ഗ്രാമിന്റെ. രാവിലെ ഈ ഓക്സിജന്റെ കാര്യം പറയുമ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞു അത് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു, ഇത്ര ഗ്രാമാന്ന് പറഞ്ഞു. നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ബുക്കില് ഉണ്ടെങ്കിൽ നോക്കിയേ. ആറ്റോമിക് നമ്പറിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ സംഗതി ശരിയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. ഞാൻ ആറ്റോമിക മാസ്, അതാണ് ആറ്റോമിക മാസ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു മൂലകം എഴുതുമ്പോൾ ആ മൂലകത്തിന് 2 നമ്പർ ഉണ്ട്. ഒന്ന് മാസ് നമ്പർ, ഒന്ന് ആറ്റോമിക് നമ്പർ. ഹൈഡ്രജൻ ഇത് രണ്ടും സെയിമാ പീരിയോഡിക് ടേബിൾ. അതാണ് ഹൈഡ്രജൻ 1 ഗ്രാം ആയത്. എന്നാൽ ഹീലിയത്തിനെ സംബന്ധിച്ചിടത്തോളം മാസ് നമ്പർ 4 ആറ്റോമിക് നമ്പർ 2 ആണ്. ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ആറ്റോമിക് നമ്പർ 8 പിന്നെയോ മാസ് നമ്പർ എത്രയാ? 16 എന്ന് പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞ 15.9 ആണ്. അപ്പൊ നമ്മൾ അത് എത്രയ്ക്ക് മാറ്റും? 16 ആക്കും. മനസ്സിലായോ? അപ്പോ 1 മോൾ കണക്കാക്കാൻ എന്താണ് മാർഗം? അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എങ്ങനെ 1 മോൾ എടുക്കുക? ഗ്രാം വെച്ചിട്ട് എന്ന് പറഞ്ഞ കഥ കഴിഞ്ഞ ശരിക്ക് പറയും. മാസ് എടുത്തിട്ട് ത്ലാസിൽ വെക്കേ. മാസ് എടുത്തിട്ട് ത്ലാസിൽ വെക്കേ. മാസ് എടുത്തിട്ട് ത്ലാസിൽ വെക്കാന്നാണ് പറഞ്ഞത്. ശരിക്ക് പറയും. നിങ്ങൾ മനസ്സിലാക്കി ഇത് പറയും. നിങ്ങളൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പോ എന്താണ് 1 മോൾ വേണം? ഒരു പ്രത്യേക മൂലകത്തിന്റെ, ഒരു പ്രത്യേക ആറ്റത്തിന്റെ 1 മോൾ എടുക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾ കൊടുക്കും ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ കൊടുക്കും? പറയൂ. ദേ ഇവിടെ പറഞ്ഞു, 2 പേരും പറഞ്ഞത് ശരിയാണ്. ഒന്നുമല്ല, ആ മൂലകത്തിന്റെ മാസ് നമ്പർ എത്രയാണോ ആ നമ്പറിനുള്ള കട്ടിയെടുത്ത് ത്ലാസിൽ വെക്കുന്നു. എന്ന് വെച്ചാൽ മാസ് നമ്പർ എത്രയാണോ അത്രയും ഗ്രാം. മാസ് നമ്പർ എത്രയാണോ അത്രയും ഗ്രാം. അത്രയും ഗ്രാമില് ആ മൂലകം എടുത്താൽ അതൊരു മോൾ ആറ്റം ഉണ്ടായിരിക്കും. പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കണു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്ന് നമ്മൾ ഇതാണ് പഠിക്കണത്. അതായത് ഒരു മൂലകം 1 മോൾ എടുക്കാൻ പറഞ്ഞാൽ, ഇപ്പോ നമ്മൾ പറഞ്ഞു ഹീലിയം 1 മോൾ എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുക? ഹീലിയത്തിന്റെ മാസ് നമ്പർ എടുക്കുന്നു. മാസ് നമ്പർ എത്രയാ? 4. അപ്പോ 4 ഗ്രാം ഹീലിയം എടുത്താൽ അതെന്തായിരിക്കും? 1 മോൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ 2 മോൾ ഹീലിയം എടുക്കാൻ പറഞ്ഞാലോ? 8 ഗ്രാം. ഗ്രാം തികച്ച് പറയണത് 8 ഗ്രാം. ഓക്കെ, എത്ര? 8 ഗ്രാം. അതേപോലെ ഓക്സിജൻ 2 മോൾ എടുക്കാൻ പറഞ്ഞാലോ? ഓക്സിജൻ ആണ് 2 മോൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ 32 ഗ്രാം. അതേസമയം ഓക്സിജൻ നമ്മളോട് പറയാണ് 1/2 മോൾ മതി, 1/2 മോൾ ഓക്സിജൻ മതി. അപ്പോ എത്ര എടുക്കും? 8 ഗ്രാം. 8 ഗ്രാം. എല്ലാവർക്കും മനസ്സിലായോ ഈ പറഞ്ഞ കാര്യം? ആരെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കാം.
ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോ ഇതാണ് പറയണമെന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ ഇനി ഇതിന്റെ കൂടെ വേറെ ഇനി കൂട്ടിച്ചേർക്കും. അപ്പൊ ഇത് ക്ലിയർ ആവണം. ഇത് ക്ലിയർ ആയിട്ടാ പുതിയത് കൂട്ടിച്ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ കുഴയും. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലത്തെ കുറച്ച് വർക്കാണ് നമ്മൾ നോക്കുന്നത്, കണക്കാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ അത് നോക്കാം. അതായത് മുഴുവനും വായിക്കുന്നില്ല, ടെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ പുലിവാലാവും. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ഇപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾ, അതായത് ഈ മോളും ഗ്രാമും ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെട്ട ഒരു സംഗതി ഉണ്ട്, അത് ഞാനൊന്ന് പറയാം കേട്ടാ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഐഡിയ കിട്ടും. 32. അപ്പൊ മോൾ കൺസെപ്റ്റ് ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മുടെ പാഠത്തിന്റെ പേരെന്താ? മോൾ കൺസെപ്റ്റ് എന്നാണ്. എന്താണ് ഈ മോൾ കൺസെപ്റ്റ് എന്ന് മനസ്സിലായോ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗ്യാസ് ലോസ് പഠിച്ചു കഴിഞ്ഞു. ഗ്യാസ് ലോസ് 3 എണ്ണം ഏതൊക്കെയാ? അതാണ് ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ, 3 ലോകളാണ്. മോൾ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? അത് നമ്മളിപ്പോ പറഞ്ഞു. മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 എന്ന് പറയുന്ന സംഖ്യേനെ, അതായത് നമ്പർ ഓഫ് അവഗാഡ്രോനെ നമ്മൾ ചുരുക്കി വിളിക്കുന്ന പേരാണ് മോൾ. അപ്പൊ ആ മോൾ എന്ന് പറയുന്ന സംഗതി നമ്മൾ ആറ്റങ്ങൾ, അതായത് മൂലകത്തിന്റെ എണ്ണം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് മൂലകത്തിന്റെ മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകം എടുത്താൽ അത് ഈ പറഞ്ഞ എണ്ണം ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് കേട്ടാ, പ്രഷറും ഇതൊക്കെ. ഇനി ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് വർക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും, കൺവിൻസിങ് ആവും. ഓക്കെ, ഇതെന്താ കഴിയാത്തത്? ഹേങ്ങാവുക. ഇവിടെ നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ. അതിലുണ്ടാ മാസ് നമ്പർ തന്നിട്ടുണ്ടോ നേരിട്ടിട്ട്? മാസ് നമ്പർ ഉണ്ടാ നിങ്ങളുടെ കയ്യിലുള്ള പീരിയോഡിക് ടേബിളില്? ഇപ്പൊ എന്റെ കയ്യിലുള്ള പീരിയോഡിക് ടേബിൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ആ പീരിയോഡിക് ടേബിളിൽ കറക്റ്റ് മാസ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ പീരിയോഡിക് ടേബിൾ. ഇത് മുൻപ് കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. കണ്ട, ഇതിന്റെ മുകളിലൊരു സംഖ്യ കാണാം വലത് ഭാഗത്ത്. വലത് ഭാഗത്ത് ഒരു സംഖ്യ, ചെറിയ സംഖ്യ, പോയിന്റ് ഒക്കെ ഇട്ടുള്ളത്, അത് റൗണ്ട് ചെയ്യണതാണ് മാസ് നമ്പർ. കണ്ട, ഇപ്പൊ നിങ്ങൾ ആ ബി എന്ന് പറയുന്ന സാധനം എടുക്കുക 13ാം ഗ്രൂപ്പില്. അത് 5 ഇടത്തെ ഭാഗത്താണ്, അത് ആറ്റോമിക് നമ്പറാണ്. വലത്തെ ഭാഗത്ത് കണ്ട 10 പോയിന്റ് സംതിങ് കണ്ട, 10 പോയിന്റ് എത്രയാ? 10.8 അപ്പൊ നമ്മൾ അതിന്റെ മാസ് നമ്പർ എടുക്കുക 11 എടുക്കുക. ബോറോൺ ആറ്റോമിക് നമ്പർ 5 പക്ഷെ മാസ് നമ്പർ എത്രയാ? 11. ഇരട്ടിയല്ല. അതാണ് ഞാൻ പറഞ്ഞ ഇരട്ടി എന്ന് പറയരുത്. ഇരട്ടി എല്ലാത്തിലും ശരിയാവണമെന്നില്ല. ഇരട്ടി ചിലതിൽ ശരിയാവും, പക്ഷെ ചിലതിൽ ശരിയാവണില്ല. കേട്ടില്ലേ? ചിലപ്പോ ചിലർക്ക് ചിലത് ശരിയാവും എന്ന് പറയണത് കേട്ടില്ലേ? അപ്പൊ അത് ഇവിടെ അത് ശരിയാവില്ല, എല്ലായ്പ്പോഴും ശരിയാവില്ല. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മുടെ നോട്ടിലേക്ക് വരികയാണ് കേട്ടോ. അതേ കണ്ടോ, എലമെന്റ് സി എന്ന് പറയുന്നത് കാർബൺ. കാർബണിന്റെ മാസാണ് 12 കേട്ടോ. ആ 12 ഗ്രാം എടുത്താൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? 6.022 × 10⁻23 കാർബൺ ആറ്റംസ് ആയിരിക്കും. അതുപോലെ ഓക്സിജൻ, അതിന്റെ മാസ് എത്രയാ? 16. 16 ഗ്രാം എടുത്താൽ അത് എത്ര ഉണ്ടായിരിക്കും? 10⁻23 ഓക്സിജൻ ആറ്റം ഉണ്ടായിരിക്കും. ഇനി ഗ്രാം ആറ്റോമിക് മാസ് നോക്കൂട്ടാ. ഇവിടെ ഇത് അത് പോട്ടെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി.
നോക്കാം, ഇത് നോക്കൂ, ഈ പെട്ടിക്കള്ളി നോക്കൂ, ഇവിടെ നാണ്ട കാർബണിന്റെ നേരെ ആറ്റോമിക മാസ് 12. അപ്പൊ ആ 12 എന്നുള്ളതിന്റെ കൂടെ 12 ഗ്രാം എന്ന് പറഞ്ഞു. കണ്ടാ, 12 ഗ്രാം എന്ന് പറയുമ്പോ അത് മാസ് നമ്പർ ഗ്രാമിൽ പറഞ്ഞതാണ്. അങ്ങനെ 12 ഗ്രാം എന്ന് പറയുന്നത് കാർബണിന്റെ മാസ് നമ്പർ ഗ്രാമിൽ പറഞ്ഞതാണ്. അതിനെ നോക്കട്ടെ, അത് എത്ര ആറ്റം ഉണ്ടായിരിക്കും? 6.022 × 10⁻23 അല്ലേ ആറ്റം, അഥവാ ഒരു മോൾ ആറ്റം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? എത്രയായിരിക്കും എന്ന് പറഞ്ഞു നമ്മള്? ഒരു മോൾ ആറ്റം. മോൾ എന്ന് പറഞ്ഞ് നിർത്തരുത്. മോൾ ആറ്റം, കാർബൺ ആറ്റം. എങ്ങനെ പറയണം? ഒരു മോൾ കാർബൺ ആറ്റം എന്ന് പറയുന്നത് കൂടാതെ ഇതേ ഇവിടെ കണ്ട ഒരു സാധനം കൂടി, 1 GAM. കണ്ട ഒരു സാധനം 1 GAM. എന്താണ് GAM? മലയാളികളും ഇംഗ്ലീഷുകാരും ഒക്കെ ശ്രദ്ധിക്കട്ടെ, അവരുടെ രണ്ടുപേരുടെ ബുക്കിലും അങ്ങനെ തന്നെയാവും. GAM എന്താണ്? GAM എന്ന് പറഞ്ഞാൽ ഗ്രാം ആറ്റോമിക മാസ് എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രാം ആറ്റോമിക മാസ്. അതായത് കാർബൺ എന്ന് പറയുന്ന മൂലകത്തിന്റെ മാസ് നമ്പർ 12 ആണ്. ആ 12 എന്ന് പറയുന്ന അതേ അളവിൽ കാർബൺ ആറ്റം നമ്മൾ എടുത്താൽ, എന്ന് വെച്ചാൽ 12 ഗ്രാം എടുത്താൽ, അതിനെ വേറൊരു പേരും പറയും, അത് ഒരു GAM കൂടിയാണെന്ന് പറയും. 1 GAM ആണ്. കാർബണിന്റെ 1 GAM ആണ് 12 ഗ്രാം. പറഞ്ഞു മനസ്സിലായ? ഒരു പേരും കൂടി ഇപ്പൊ ഞാനിവിടെ പറയണം കേട്ടാ. എന്താ പേര്? 1 GAM. അപ്പോ 1 മോൾ ആറ്റം എന്ന് പറഞ്ഞു. 1 മോൾ ആറ്റം എന്ന് പറയുന്നത് 1 GAM കൂടിയാണ്. 1 മോൾ ആറ്റം അവരിവിടെ പെട്ടിക്കള്ളിയിൽ എഴുതിയിട്ടില്ല കേട്ടാ. അത് നമ്മൾ പക്ഷെ പഠിച്ചു വെച്ച് കഴിഞ്ഞു. ഇപ്പോ സംശയമൊന്നുമില്ലല്ലോ. 1 മോൾ ആറ്റം എന്താണെന്ന് എല്ലാവരും പഠിച്ചു. ഞാൻ നിങ്ങളോട് 100 വട്ടം ചോദിച്ചാണ് അത് മനസ്സിലാവാത്തവരുണ്ടോന്ന്. ഇനി അത് പിന്നാക്കം പോരുത് കേട്ടാ. 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആറ്റമാണ്. ആ ആറ്റം എന്ന് പറയുന്നത് കാർബണിന്റെ കേസിൽ 12 ഗ്രാം എടുത്താൽ അതാണ്. അതായത് ആ 12 ഗ്രാമിനെ 1 GAM എന്ന് പറയും. 12 ഗ്രാമിനെ അതായത് കാർബൺ 12 ഗ്രാം എടുത്താൽ അത് 1 GAM ആണ്. അപ്പോൾ 24 ഗ്രാം എടുത്താൽ എത്ര GAM ആണ്? അല്ല, അത് ക്ലിയർ ആവണം. നോക്ക്, 12 ഗ്രാം എടുത്താൽ 1 GAM ആണ്. 12 ഗ്രാം എടുത്താൽ 1 GAM. അപ്പൊ 2 GAM എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? 24 ഗ്രാം. അപ്പൊ 12 ഗ്രാമിനെയാണ് 1 GAM എന്ന് പറയുന്നത്. ഇനി 1 GAM എടുത്താൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? ആ ആറ്റങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ 1 മോൾ ആറ്റം എന്ന് പറയുന്നത്. മനസ്സിലായ? അതായത് മോൾ ആറ്റം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റം ആണ്. എന്നാൽ 1 GAM എന്ന് പറഞ്ഞാൽ അതിന്റെ മാസാണ്. അതാണ് വ്യത്യാസം. GAM എന്ന് പറയുന്നത് തൂക്കമാണ്, മോൾ എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഇത് രണ്ടും എന്താണ്? ഒന്നാണ്. അത് മനസ്സിലായ? അതായത് 6.022 × 10⁻23 ആറ്റംസ് എടുത്താൽ അത് ഒരു GAM, തൂക്കം ഒരു GAM ആയിരിക്കും. മോൾ എത്രയായിരിക്കും? 1 മോൾ ആയിരിക്കും. ഓക്കെ, അടുത്ത് പറയട്ടെ ഞാൻ. ഓക്സിജൻ, അതിന്റെ മാസ് നമ്പർ എത്രയാ? ആ പെട്ടിക്കള്ളിയിൽ കൊടുത്തുള്ളത് എഴുതൂ. 16. ഒപ്പം തന്നെ പെൻസിൽ കൊണ്ട് എഴുതുക കേട്ടാ. 16 ഗ്രാം. നിങ്ങൾ അതുപോലെ ഇവിടെ ഈ മാർജിന്റെ ഇപ്പുറത്തൊന്ന് എഴുതി വെച്ചോ. ഇത് 1 മോൾ ആറ്റം. അങ്ങനെ എഴുതണം കേട്ടാ. 1 മോൾ കാർബൺ ആറ്റം, C ആറ്റം എന്ന് എഴുതിയാൽ മതി. 1 മോൾ C ആറ്റം അങ്ങനെ എഴുതി വെക്കാം. അതേപോലെ ഓക്സിജൻ 16. അപ്പോ അത് അത്രയും ഓക്സിജൻ, അതായത് 16 എന്ന് പറയുന്ന സംഖ്യ ഗ്രാമിന് കണക്കാക്കിയിട്ട് ഓക്സിജൻ എടുത്താൽ 16 എന്ന് പറയുന്ന അതെന്തായിരിക്കും? അത് 1 GAM. അതെന്തായിരിക്കും?
16 ഗ്രാം ആണ് ഓക്സിജന്റെ 16 ഗ്രാം ആണ് 1 GAM. ആ 1 GAM എന്ന് പറയുന്നതിൽ എല്ലായ്പ്പോഴും അതേത് മൂലകത്തിന്റെ ആയാലും 1 GAM-ൽ 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ പറയും 1 മോൾ ആറ്റം. മനസ്സിലായോ? ഒരേ കാര്യം തന്നെ രണ്ട് തരത്തിലാണ് പറയണത്. ഒന്ന് മാസാണെങ്കിൽ മറ്റൊന്ന് നമ്പറാണ്. കേൾക്കണ്ട? നിങ്ങളിപ്പോ 10 കിലോ അരി മേടിച്ചു. 10 കിലോ അരി മേടിച്ചാൽ നമ്മൾ തൂക്കത്തിൽ പറയും അത് 10 കിലോ എന്ന് പറയും. 10 കിലോ അരി അല്ലേ? ഇനി അത് എണ്ണി നോക്കുമ്പോ ഒരു 10,000 അരിമണി ഉണ്ടെന്ന് വിചാരിച്ചോ. ശ്രദ്ധിക്കണ്ട, 10,000 അരിമണി ഉണ്ടെന്ന് വിചാരിക്കാം. അതേപോലെയാണ്. അപ്പൊ 10 കിലോ എന്ന് പറയുന്നത് നമ്മൾ പറയിലിടുകയാണെങ്കിൽ ഒരു പറ അരിയാണ്. 10 കിലോ അരി ഒരു പറ എന്ന് പറയണ പോലെയാണ്. ഒരു 16 ഗ്രാം ഇവിടെ എത്രയാ? 1 GAM. കേൾക്കണ്ട? 10 കിലോ അരി പറയിൽ നിറച്ചാൽ ഒരു പറ. അതേസമയം നമ്മൾ നെല്ലാണ് പറയിൽ നിറയ്ക്കണമെന്നുണ്ടെങ്കിലോ 10 കിലോ നെല്ല് വേണ്ടി വരുമോ? വേണ്ട. വേണ്ട. ശരിക്കും നെല്ലാ തോന്നുന്നു പറയിൽ നിറയ്ക്കണം സാധനം. എനിക്ക് എന്തായാലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഉമിയാണെന്ന് വിചാരിക്കാം. 10 കിലോ ഉമി അറിയില്ലേ? തവിട്. അത് 10 കിലോ മേടിച്ചാൽ 10 കിലോ ആവശ്യമുണ്ടോ ഒരു പറ നിറയാൻ? വേണ്ട. അതാണ്. അപ്പൊ അതാണ് തൂക്കത്തിന് വ്യത്യാസം. അതേപോലെയാണ് കാർബൺ എന്ന് പറയുന്നത് അരിയാണെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്നത് കാർബൺ എന്ന് പറയുന്നത് ഉമിയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്നത് അരിയാണ്. അതുപോലെയാണ്. കണ്ട, തൂക്കം വ്യത്യാസമുണ്ട് ഇവിടെ. പക്ഷെ രണ്ടും ഒരു പറയിലിടുമ്പോ ഒരു GAM ആണ്. കണ്ട, ഇത് പറയിലിടാൻ 12 ഗ്രാം, ഇത് പറയിലിടാൻ 16 ഗ്രാം. പക്ഷെ ഒരു പറ എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മൾ ഒരു GAM എന്ന് പറയുന്നത്. മനസ്സിലായ? ഇനി അതിലുള്ളത് എണ്ണി നോക്കിയാൽ രണ്ടും സെയിം നമ്പർ തന്നെയായിരിക്കും. എത്രയാ നമ്പർ? 6.022 × 10⁻23 ആയിരിക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ട് അതിനെ രണ്ടിനെയും നമ്മൾ 1 മോൾ എന്ന് വിളിക്കാം. 1 മോൾ ആറ്റം എന്ന് വിളിക്കാം. ഓക്കെ. ഇനി നൈട്രജൻ. നൈട്രജൻ എന്താ? 14 ആണ്. അത് ഗ്രാമിൽ പറയുമ്പോ എത്രയാ? ഗ്രാം. 14 ഗ്രാം. അത് ഒരു GAM ആണ്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാ? 23. ഓക്കെ. അതേപോലെ ക്ലോറിയം. ക്ലോറിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ക്ലോറിൻ. എത്രയാ കൊടുത്തുള്ളത്? 35.5, 35.5. അപ്പൊ അത് മാസ് ഗ്രാമിൽ പറയുമ്പോൾ ആ പെട്ടിക്കള്ളി ഫില്ല് ചെയ്യാണ്. ഇപ്പൊ എങ്ങനെയായിരിക്കും? ഗ്രാം. അത് എത്ര GAM? 1 GAM. എത്ര ആറ്റം അതിൽ? അത് മോൾ കണക്ക് പറയുകയാണെങ്കിൽ എത്ര മോൾ? 1 മോൾ. ഈ പറഞ്ഞത് മനസ്സിലായോ നിങ്ങക്ക്? ഈ പറഞ്ഞത് മനസ്സിലായ? ഈ പറഞ്ഞത് മനസ്സിലായെങ്കിൽ നമ്മള് ഇനി അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോൾ ആറ്റം എന്ന് പറയുന്നത് ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്ത ഭാഗത്തേക്ക് പോവാൻ. കേട്ടാ? എവിടെയൊക്കെ നമുക്ക് ഇത്രയും 2 പേജ് ഉണ്ടായത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അതിന് മുൻപ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി സംഗ്രഹിക്കാം. ഒന്ന് കേട്ടോളൂ. എന്താ നമ്മൾ പഠിച്ചത്? നോക്കാം. നമ്മൾ പഠിച്ചത് മാസ് നമ്പർ ഇൻ ഗ്രാം. മാസ് നമ്പർ ഗ്രാമിൽ പറഞ്ഞാൽ അതെന്തായിരിക്കും? 1 GAM. മാസ് നമ്പർ ഗ്രാമിൽ പറഞ്ഞാൽ അതെന്തായിരിക്കും? 1 ഗ്രാം അല്ലെ? 1 ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയും. 1 GAM. അത് എത്ര തന്മാത്രകൾക്ക് തുല്യമാണ്? ഈക്വൽ ടു 6.022 × 10⁻23 ആറ്റംസ്.
അതിന്റെ മറ്റൊരു പേരാണ് 1 മോൾ ആറ്റം. 1 മോൾ ആറ്റം. ഇതെല്ലാം സെയിം ആണ്. മനസ്സിലായോ? ഇത് മറക്കരുത്. മാസ് നമ്പർ എത്രയാണ് പീരിയോഡിക് ടേബിളിൽ ഒരു എലമെന്റിന് കൊടുത്തിരിക്കുന്ന മാസ് നമ്പർ എത്രയാണോ അത്രയും ഗ്രാം ആ എലമെന്റ് എടുത്താൽ അത്രയും ഗ്രാമിനെ ആ എലമെന്റിന്റെ 1 GAM എന്ന് പറയും. അത്രയും ഗ്രാമിനെ ആ എലമെന്റിന്റെ GAM എന്ന് പറയും. 1 GAM. ഇനി അത്രയും ഗ്രാമിൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത്രയും ആ നമ്പർ വന്നതുകൊണ്ട് അതിനെ നമ്മൾ 1 മോൾ ആറ്റം എന്ന് പറയും. അതായത് 12 എണ്ണത്തിനെയാണ് ഒരു ഡസൻ എന്ന് പറയാ. മനസ്സിലായില്ലേ? 12 എണ്ണത്തിനെയാണ് ഒരു ഡസൻ എന്ന് പറയാ. അത് സോപ്പായാലും സോപ്പും പൊടി ആയാലും 12 എണ്ണമാണെങ്കിൽ അതിന്റെ പേരെന്താ? ഒരു ഡസൻ. അങ്ങനെയല്ലേ പറയാ? അപ്പോ സോപ്പാവുമ്പോ ചിലപ്പോ തൂക്കം കുറവുണ്ടാവും, സോപ്പും പൊടി ആവുമ്പോ ചിലപ്പോ തൂക്കം കൂടും. പക്ഷെ രണ്ടും എന്താ? ഡസനാണ്. അതാണ് ഈ നമ്പറിനെയാണ് 1 മോൾ ആറ്റം എന്ന് പറയുന്നത്. എന്നാൽ 1 GAM എന്ന് പറയുന്നതോ അത് എത്ര ഗ്രാം അതിനെയാണ്, ഗ്രാമിനെയാണ്. ഓക്കെ. പക്ഷെ 1 GAM സ്വാഭാവികമായിട്ട് 6.022 into 10⁻². അതാണ് ഇവിടുത്തെ വ്യത്യാസം. സോപ്പും പൊടിയും തമ്മിലുള്ള വ്യത്യാസം കേൾക്കണ്ട. അതായത് 1 GAM എല്ലായ്പ്പോഴും 6.022 into 10⁻23 ആറ്റം ആയിരിക്കും. അത് മറക്കരുത്. അതുകൊണ്ട് അത് തന്നെ 1 മോൾ ആറ്റം ആയിരിക്കും. അപ്പൊ 1 GAM തന്നെയാണ് 1 മോൾ. 1 GAM തന്നെയാണ് 1 മോൾ ആറ്റം. 1 GAM തന്നെയാണ് 1 മോൾ ആറ്റം. മറക്കരുത്. എന്താ? അതും കൂടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 1 GAM equal to 1 മോൾ ആറ്റം equal to 6.022 into 10⁻20. അപ്പൊ എന്താണ് 1 GAM? എന്താണ് 1 GAM? 1 GAM എന്ന് പറഞ്ഞാൽ what is the mass number when that we take the mass number in gram, it is 1 GAM. എന്താണ് മാസ് നമ്പർ? ആ മാസ് നമ്പർ നമ്മൾ ഗ്രാമിൽ എടുത്താൽ അതെന്താകുന്നു? 1 GAM. ഓക്കെ, മറക്കൂ. ഇത് പഠിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ മുഴുവൻ നമുക്ക് ആവശ്യമുള്ള സാധനം. ഓക്കെ, ഇത് നിങ്ങൾ നന്നായി പഠിച്ചാൽ അടുത്ത ദിവസം ഇനി ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഇത് മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം ഞാൻ ഇത് ചോദിക്കാം, എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചു, എല്ലാവരും കൊണ്ടും പറയിപ്പിക്കും. അപ്പൊ ഇത് പറയണം കേട്ടാ. ഇത് നിങ്ങൾ എഴുതി പഠിച്ചോളൂ. ഈ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ എഴുതി പഠിക്കുക. കെമിസ്ട്രി എപ്പോഴും എഴുതി ചെയ്യണം കേട്ടാ. ഓക്കെ, വായിച്ച് പഠിച്ച് അവസാനിപ്പിക്കരുത്, എഴുതണം കേട്ടാ. അപ്പൊ അവസാനിപ്പിക്കുക നമ്മള്. കുട്ടികളെ ഓക്കെ കേട്ടാ. ഓക്കെ, അപ്പൊ ഗുഡ് ബൈ.